കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബൂലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നമുക്ക് തരികയാണ്. സത്യാത്മാവിനെ എങ്ങനെ വിവേചിച്ചറിയാം? നമ്മളിലും മറ്റുള്ളവരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സത്യാത്മാവാണോ, പരിശുദ്ധാത്മാവാണോ, അതോ നുണയുടെ ആത്മാവാണോ, അസത്യത്തിൻ്റെ ആത്മാവാണോ? ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് തിരിച്ചറിയാൻ പറ്റാത്തത് വലിയ പ്രശ്നമാണ്. തിരിച്ചറിഞ്ഞിട്ട് അതിൽ മാറ്റം വരുത്താതിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സുവിശേഷത്തിലൂടെയും ആദ്യ വായനയിലൂടെയും വളരെ മനോഹരമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി തരികയാണ്. യോഹന്നാൻ ശ്ലീഹ പറയും, യേശു ശരീരം ധരിച്ചു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. നമ്മൾ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യേശു ശരീരം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? നാം ശരീരത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും അവൻ കാൽവരി കുരിശിൽ തൻ്റെ ശരീരത്തിൽ സഹിച്ചുകൊണ്ടാണ് ആ പാപം വഹിച്ചു മാറ്റിയത്. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കാത്ത ഒരാത്മാവ് അവൻ്റെ പാപമോചനത്തിൽ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിലൂടെയും അവൻ്റെ പാപമോചനത്തെയും വിശ്വസിക്കാത്തവൻ പാപത്തിൽ മരിക്കും. അപ്പം അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മയുടെ, അസത്യത്തിൻ്റെ ആത്മാവാണ്. അതായത് അവൻ നുണയാണ് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. സത്യം വിശ്വസിക്കാത്തിടത്തോളം കാലം നമ്മൾ ചിലപ്പോൾ നുണയിൽ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയും, യേശു ശരീരം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാത്ത ഒരുവനിൽ പ്രവർത്തിക്കുന്നത് അസത്യത്തിൻ്റെ ആത്മാവാണ്. കാരണം അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപമോചനം, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ വിശുദ്ധീകരണം ഇതൊന്നും സാധ്യമാകില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെയാണ്, അവൻ്റെ കാൽവരി യാഗത്തിലൂടെയാണ് ഇതെല്ലാം പിതാവായ ദൈവം നമുക്ക് നേടിത്തന്നത്. അപ്പോൾ ഈ സത്യം വിശ്വസിക്കാത്ത ഒരാത്മാവിൽ പ്രവർത്തിക്കുന്നത് അസത്യത്തിൻ്റെ ആത്മാവാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ പിശാചിൻ്റെ ആത്മാവാണ്. കാരണം വചനം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പിശാച് നുണയനും നുണയുടെ പിതാവുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ സത്യത്തിൽ നിന്നും പിശാച് നമ്മെ ചില നുണകൾ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുകയും ആ നുണ നമ്മുടെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും അങ്ങനെ യഥാർത്ഥ സത്യം, ആ സത്യം തരുന്ന സ്വാതന്ത്ര്യം, സത്യം വാഗ്ദാനം ചെയ്യുന്ന വിടുതൽ, സൗഖ്യം, ഇതൊക്കെ പ്രാപിക്കാൻ പറ്റാതെ ഒരു ദൈവ പൈതൽ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറയുന്നതാണ്, ഈ ആത്മാവിനെ നമ്മൾ കൃത്യമായിട്ട് വിവേചിച്ചറിയണം. അതിന് യോഹന്നാൻ ശ്ലീഹ ഇന്നത്തെ ആദ്യ വായനയിൽ പറയാണ്, നിങ്ങളെല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആദ്യം പറയാം, നിങ്ങളെല്ലാത്തിനെയും വിശ്വസിക്കരുത്. കാരണം എന്താ? എല്ലാം ദൈവത്തിൽ നിന്നല്ല. എല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കരുത്. എല്ലാം ദൈവത്തിൽ നിന്നല്ല. പിന്നെന്ത് ചെയ്യണം? ഈ ആത്മാക്കളെ പരിശോധിക്കണം.
ഈ ആത്മാക്കൾ ഓരോന്നിനെ നമ്മൾ പരിശോധിക്കണം. നമ്മളിലും മറ്റുള്ളവരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന അരൂപി ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് അത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയണം. അതെങ്ങനെ വിവേചിച്ചറിയും എന്നുള്ളതാണ് യോഹന്നാൻസിലേക്ക് കൂട്ടിച്ചേർത്തത്. യേശുക്രിസ്തു ശരീരം ധരിച്ചു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാത്ത, യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ യേശുവിനെ ഏറ്റുപറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളിൽ പ്രവർത്തിക്കുന്ന അരൂപി ദൈവത്തിൽ നിന്നുള്ള അരൂപിയല്ല. നമുക്ക് പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഈ അനുഭവങ്ങളിലൊക്കെ നാം യേശുവിനെ ഏറ്റുപറയുന്നില്ലെങ്കിൽ അവൻ്റെ സഹനം, അവൻ്റെ കുരിശുമരണം, പീഡാസഹനം, ഉത്ഥാനം ഇതൊക്കെ ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നില്ല എങ്കിൽ നമ്മളിൽ ആ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല. പിന്നെന്ത് ചെയ്യണം? ഈ മേഖലയിൽ നമുക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് സുവിശേഷം നമ്മൾ കേട്ടത്, യേശുവിൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവർക്കും സൗഖ്യം നൽകി. അവൻ പ്രഘോഷിച്ച് യോഹന്നാൻ സ്ലീഹ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ സുവിശേഷ പ്രഘോഷത്തിന് ഇറങ്ങി. ആദ്യത്തെ പ്രഘോഷം ഇതായിരുന്നു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെ വേറിട്ട് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്തതും യേശുവിനോട് ബന്ധപ്പെടുത്തിയല്ലാത്തതുമായതെല്ലാം പിശാച് നമ്മളിൽ വിതച്ച കളകളാണെന്നറിയണം. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് കളകളുടെ ഉപമയിൽ ഇതെവിടെ നിന്നാണ് ഈ കളകൾ വന്നത് പറയുന്നുണ്ട്. നമ്മൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു എന്നാ പറയുന്നത്. ഒരുവൻ ആത്മീയ ഉറക്കത്തിലേക്ക് പോകുമ്പോഴാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ആത്മീയ ജാഗ്രത പാലിക്കാതിരിക്കുമ്പോഴാണ് ശത്രു അവൻ്റെ കള വിതയ്ക്കുന്നത്, നുണ വിതയ്ക്കുന്നത്, അവിശ്വാസം, നിരീശ്വരത്വം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സ്നേഹിക്കാൻ പറ്റാത്ത വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ദുശീലം കൊണ്ട് അങ്ങനെ തിന്മ അവൻ്റെ കള വിതയ്ക്കുന്നത്, അവൻ്റെ സ്വഭാവം നമ്മളിൽ വിതയ്ക്കുന്നു. മറ്റു വാക്യം പറഞ്ഞാൽ തിന്മയുടെ സ്വഭാവം, പിശാചിൻ്റെ സ്വഭാവം അവൻ ഒരുവനിൽ വിതയ്ക്കുന്നത് ഒരുവൻ എപ്പോഴൊക്കെ ആത്മീയ ഉണർവ് പാലിക്കാൻ സാധിക്കാതെ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തോടും കൗദാശിക ജീവിതത്തോടും ബന്ധപ്പെടുത്തി നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ വിവേചന ശക്തിയാണ്, ഉണർവാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം പ്രകാശം, വെളിച്ചം കണ്ടു എന്നാണ് സുവിശേഷത്തിൽ വായിച്ചത്. ഈ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഏത്? ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ. അന്ധകാരത്തിലാണെങ്കിലും പുറമെ ബാഹ്യമായ ഇരുട്ടിലാണെങ്കിലും നാം നടക്കുന്നത് യേശുവിൻ്റെ വെളിച്ചത്തിലായതുകൊണ്ട് ആ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനും ആ വെളിച്ചത്തിൽ വീഴാതെ കൈപിടിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കാനും ഈശോയ്ക്ക് സാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണോ തിന്മയുടെ സ്വാധീനത്തിലാണോ എന്ന് വിവേചിക്കപ്പെടേണ്ടതാണ് എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിവേചിക്കപ്പെടുകയും നമ്മളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമല്ല എങ്കിൽ അതിന് എതിരായി ദൈവസ്നേഹത്തിൽ നമ്മളെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ വീണ്ടെടുക്കുന്ന അനുഭവം ഉണ്ടായി ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവത്തിൽ വീണ്ടും തിരിച്ചു വരണമെന്ന് ദൈവത്തിൻ്റെ വചനവും ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും തിന്മ പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, തിന്മയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം വിടുതലിനും വിശുദ്ധീകരണത്തിനും യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.